ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചൂര മീൻ അച്ചാറാണ്. അപ്പോൾ വീഡിയോ ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എങ്കിലും റെസിപ്പി മനസ്സിലാക്കുന്നു. നമ്മൾ 1 കിലോ ചൂരയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, പിന്നെ 1 കുടം വെളുത്തുള്ളി, 2-3 പച്ചമുളക്. അപ്പോൾ നമ്മൾ മീൻ നല്ലതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞിട്ട് ഇതുപോലെ ചതച്ചെടുക്കുക. നല്ലതായിട്ട് അങ്ങോട്ട് ചതച്ചെടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ നമ്മുടെ മീനപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചേക്കുക. അപ്പോൾ തോർന്ന് കിട്ടിയിട്ടുണ്ട്. ബാക്കി പത്തിലോട്ട് പറ്റും, ചില വെള്ളം ഒന്ന് തോർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പപ്പാതി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചത് പകുതി ഇട്ട് കൊടുക്കാം. പകുതി കൂടി പിന്നെ ആവശ്യമുണ്ട്. പകുതി ഇട്ടിരിക്കട്ടെ. പകുതി ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് ചതച്ചത്, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് 1/2 ടീസ്പൂൺ അല്ല, പിന്നെയും വേണ്ടി വരും. നമുക്കിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് മിക്സ് ആക്കി ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ നമുക്ക് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ഉപ്പ് നമുക്ക് ലാസ്റ്റ് നമുക്ക് ചേർക്കാം കേട്ടോ, ബാക്കിയുള്ളതൊക്കെ. അപ്പം ഞാനിപ്പം കുക്ക് ചെയ്താലും ഉപ്പ് ഞാൻ ലാസ്റ്റിലാണ് നോക്കിയിട്ട് എപ്പോഴും ചേർക്കുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഇട്ട് ഇളക്കിയെടുക്കുക. ഇതുപോലെ നല്ലതായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി ഇളക്കിയെടുത്തിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ 1/2 മണിക്കൂർ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കുക്ക് ചെയ്യാനുള്ള ഫ്രൈ ചെയ്യാൻ പോകുക കേട്ടോ. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഈ മീൻ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഒരു 75% മാത്രമേ ഫ്രൈ എടുക്കാറുള്ളൂ. ഒത്തിരി മൂപ്പിച്ചെടുക്കാറില്ല. ഒത്തിരി മൂപ്പിച്ചെടുത്താൽ നമുക്ക് കടിച്ച് കഴിക്കാനായിട്ടുള്ളൊരു, എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒത്തിരി ആഞ്ഞ് കടിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ നമ്മൾ 75% മൂപ്പിച്ചാൽ മതി. അപ്പം ഇച്ചിരി സോഫ്റ്റും ആയിരിക്കും, ഒത്തിരി ഹാർഡും ആയിരിക്കത്തില്ല. അപ്പം നമ്മുടെ ആ ഒരു 3/4% അങ്ങോട്ട് ഫ്രൈ ചെയ്ത് ഇങ്ങോട്ട് എടുക്കാം. നല്ലതായിട്ട് അങ്ങോട്ട് ഫ്രൈ ആവട്ടെ. അപ്പം 3/4% ഫ്രൈ ചെയ്ത് അങ്ങോട്ട് അടച്ചു വെച്ച് അങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു പരുവം മതി, റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റുവാണ്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ഈ കുക്ക് ചെയ്തൊക്കെ ഈ എണ്ണ കളയൊന്നും ചെയ്യേണ്ട. ഇത് നമുക്ക് പിന്നെ കുക്ക് ചെയ്യാനൊരു ആവശ്യമുണ്ട്. ഇത് തന്നെ കുക്ക് ചെയ്യാനൊരു ആവശ്യം വരുന്നുണ്ട് ഈ എണ്ണ. ഇപ്പോൾ തൽക്കാലം അവിടെ മാറ്റി വെക്കുക. ഇപ്പോൾ നമുക്ക് വേറെ പാൻ എടുത്തിട്ട്, നമുക്ക് ഉണ്ടാക്കാനുള്ള പാൻ എടുത്തിട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കടുക് പൊട്ടിക്കുക. കടുക് നല്ല പടക്കം പൊട്ടുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മുമ്പേ മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളിയുടെ ബാക്കിയില്ലാതെ ചതച്ച് വെച്ച് അതങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. പച്ചമുളക് ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. അങ്ങോട്ട് നല്ലതായിട്ട് അങ്ങോട്ട് വഴന്നിട്ടിട്ടോ. അതിലേക്ക് നമുക്ക് ഒരു നുള്ള ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവ പൊടിയല്ല, ഉലുവ ചേർത്തിട്ടുണ്ട്. അതോട് കൂട്ടി നല്ലതായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ എരിവ് കുറവാണ്. ഇപ്പോൾ നല്ല കളറും കിട്ടും. കേട്ടോ, അടിപൊളി കളറായിട്ടുണ്ട് കേട്ടോ. അത്ര സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ 3/4% വറുത്ത് വെച്ചേക്കുന്ന മീനൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അങ്ങോട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/4 തവി, ഒരു ചെറിയ തവി കേട്ടോ, 1/4 തവി വിനീഗർ ചേർക്കുന്നുണ്ട്. 1/4 തവി, ചെറിയ തവി കേട്ടോ, വലിയ തവിക്കത്തല്ല, ചെറിയ തവി വിനീഗർ, 1/4 തവി വിനീഗർ ചേർത്തിട്ടുണ്ട്. അത് കൂട്ടി ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പേ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി എണ്ണ ഉണ്ടോ, അത് ഇവിടെ ഒഴിക്കാൻ വേണ്ടി ഞാൻ ഇരുന്നത്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് ചതച്ചതും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്തിട്ടുണ്ട്. ഈ ചില്ലി ഫ്ലേക്സും ആ കുരുമുളകിൻ്റെ അതിലും കൂടെ ആകുമ്പോൾ തന്നെ ഏകദേശം നല്ലതായിട്ട് എരിവ് കിട്ടും കേട്ടോ. അതുകൊണ്ട് അതുമല്ല, പിന്നെ ഈ കാശ്മീരി മുളക് പൊടിക്ക് എരിവില്ലെന്ന് പറഞ്ഞാൽ ശകലം എരിവുണ്ട്. ഇത് നമുക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടിയാണ്. ഈ ചേർക്കുന്നത് 1/4 ടീസ്പൂണ് കായപ്പൊടിയാണ്. ഇത്രയും കൂടി ചേർത്ത് നല്ലതായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുക. ഇപ്പം മൂക്കുമ്പോൾ തന്നെ നമ്മൾ 75% മുമ്പേ ഫ്രൈ ആയതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ഫ്രൈ ആയി കിട്ടും കേട്ടോ. നമ്മൾ ഇളക്കാൻ നേരം ഇച്ചുകൂടെ നമുക്ക് മൂത്ത് കിട്ടും. എന്നിട്ട് നമ്മൾ കരിയാപ്പില നമ്മൾ ആദ്യം ഇടേണ്ടിയായിരുന്നു, പക്ഷെ കരിയാപ്പില നമ്മൾ ഇടാനായിട്ട് വിട്ടുപോയി. നമ്മൾ കരിയാപ്പിലയും ഇട്ട് കൊടുത്തു. അത് വിട്ടങ്ങോട്ട് നല്ലതായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക. കരിയാപ്പില പ്രധാന ഘടകമാണ്, വിട്ടുപോകല്ല. ഇനി നമുക്ക് ഉപ്പ് നോക്കാം കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാൻ പറ്റും. ആദ്യമേ ഉപ്പ് ഒത്തിരി ഇടല്ലേ. അപ്പം ഉപ്പ് ഒരു ശകലം കുറവുണ്ടായിരുന്നു. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഉപ്പ് ലാസ്റ്റ് ചേർക്കുക. ഇനി നല്ലതായിട്ട് അങ്ങോട്ട് ഇളക്കി എടുക്കുക.
നല്ലതായിട്ട് ഇളക്കി എടുക്കുക. അപ്പം നമ്മുടെ വേണ്ട മീൻ അച്ചാർ ഇവിടെ റെഡിയായി കിട്ടിയിരിക്കുകയാണ്. അപ്പം ഇനി ഇത് ചൂടാറിയ ശേഷം ഒരു കുപ്പിയിലോട്ട് മാറ്റി നമുക്ക് വെക്കാവുന്നതാണ്. അപ്പം ഇതൊരു 2 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം എടുക്കുന്നതാണ് ഇച്ചിരി കൂടി നല്ലത്. കാരണം ഈ വിനീഗറിൻ്റെ ഒക്കെ പുളിയൊക്കെ നല്ലതായിട്ട് പിടിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനത് കുക്ക് ചെയ്തിട്ട് 2 ദിവസം മുമ്പേ കുക്ക് ചെയ്തതാണ്. ഇപ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.